എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, അടിയുറച്ച ഭക്തി ഉണ്ടെങ്കിൽ ഉറപ്പായും ഭക്തരുടെ മനസ്സിലുള്ള ആഗ്രഹം അത് ഭഗവാൻ നടത്തി തന്നിരിക്കും. എന്നാൽ ഈ പറഞ്ഞതുപോലെ അടിയുറച്ച അചഞ്ചലമായ ഭക്തി ഉണ്ടാക്കിയെടുക്കുക എന്നത് സാധാരണക്കാരെ അപേക്ഷിച്ച് വളരെ കഠിനമാണ്. എങ്കിൽ പോലും ഇതിൽ പറയാൻ പോകുന്ന ഈ ഒരു ആചാരം ഇത് നിങ്ങൾ കൃത്യമായി ക്ഷേത്രത്തിനകത്ത് വെച്ച് അതിൻ്റെ ആ യഥാർത്ഥ പൊരുൾ അറിഞ്ഞു ചെയ്യുകയാണെങ്കിൽ 100% ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ആ മൂർത്തി അത് സാധിച്ചു തന്നിരിക്കും. ഇതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഒരുപക്ഷെ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അത് ഏത് മൂർത്തിയെ ആവാഹിച്ചാണ് ചെയ്തിരിക്കുന്നത് എന്നത് ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം നടന്നിരിക്കും, അത്ര തന്നെ. ഈ ആചാരം സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തമായാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് രണ്ടും വ്യത്യസ്ത രീതിയിൽ തന്നെ ഇതിൽ പറഞ്ഞു മനസ്സിലാക്കാം. അത് മാത്രവുമല്ല, പലർക്കും ഈ ആചാരത്തിൻ്റെ യഥാർത്ഥ പ്രയോജനവും മഹിമയും എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല എന്നതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ക്ഷേത്ര ദർശന സമയങ്ങളിൽ നിങ്ങൾ കേവലം ഒരു പ്രാവശ്യമെങ്കിലും ഇതിൽ പറയുന്ന അറിവുകൾ കേട്ട് അതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ നിങ്ങൾ അറിയുകയുള്ളൂ യഥാർത്ഥ ഈശ്വര ശക്തി അത് എത്രത്തോളം ഉണ്ടെന്നുള്ള ആ ഒരു വാസ്തവം. ഈ പുരാതന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം അക്കാലങ്ങളിൽ പ്രത്യേകിച്ചും മഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് ഈ പ്രപഞ്ചശക്തിയെ ആവാഹിച്ച് ഒരൊറ്റ പോയിന്റിൽ കേന്ദ്രീകരിക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അപ്പോൾ ഈ ഒരൊറ്റ കാരണത്താലാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ക്ഷേത്ര മതിൽക്കെട്ടിനൊത്ത നടുക്ക് സ്ഥാപിക്കുന്നതും അതേ തുടർന്ന് അതിനൊത്ത നടുക്കായി വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്നതും. പറയാൻ കാരണം, പ്രപഞ്ചശക്തി ഊർജ രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത്. ഇതിനെ എങ്ങനെ ക്ഷേത്രത്തിനുള്ളിലാക്കാം എന്ന് മുൻപുള്ള തച്ചുശാസ്ത്ര വിദഗ്ധരായിട്ടുള്ള ആചാര്യന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ക്ഷേത്രത്തിന് ഈ കാണുന്നത് പോലെ അതിസങ്കീർണമായിട്ടുള്ള സ്കെച്ചും പ്ലാനും അനുസരിച്ച് അത് തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, 1 ഹെക്ടർ പ്രദേശത്തുള്ള ഊർജത്തെ ക്ഷേത്ര വിഗ്രഹം ഇരിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് സ്വാംശീകരിക്കുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ചെറിയ കുപ്പിയിലേക്ക് വലിയൊരു പാത്രത്തിൽ നിന്നും ജലം ഒഴിക്കുമ്പോൾ കുപ്പിയുടെ വാവട്ടം ചെറുതാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന ജലം ഭൂരിഭാഗവും പുറത്തേക്ക് പോകും. എന്നാൽ ആ സമയം ഒരു ഫണൽ വെച്ച് അതിലൊഴിച്ചാൽ ഒരു തുള്ളി ജലം പോലും വേസ്റ്റായി പോകില്ല. മുഴുവൻ ജലവും ആ കുപ്പിയിൽ തന്നെ വീഴുന്നതായിരിക്കും. ഇതുപോലെ തന്നെയാണ് പ്രപഞ്ചശക്തിയെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് ശ്രീകോവിലിനുള്ളിലേക്ക് എത്തിച്ചിരുന്നത്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം കൂടി പറയാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ ക്ലിയർ ആകും. സൂര്യപ്രകാശത്തിൽ നമുക്കൊരു കഷ്ണം പഞ്ഞി കത്തിക്കാൻ സാധ്യമല്ല. എന്നാൽ ആ പഞ്ഞിയുടെ മുകളിൽ ഒരു ലെൻസ് പിടിക്കുകയാണെങ്കിൽ ആ പഞ്ഞി ഉടനെ കത്തും. ഇതിന് കാരണം എന്തെന്നാൽ, ലെൻസിലേക്ക് വീഴുന്ന മുഴുവൻ സൂര്യരശ്മികളെയും ഒരു ബിന്ദുവിൽ ലെൻസ് കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ പഞ്ഞി കത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ക്ഷേത്ര നിർമ്മാണ രഹസ്യങ്ങളും. ഇതുകൊണ്ട് തീർന്നില്ല. ക്ഷേത്രത്തിനടുത്ത് നിർബന്ധമായും ഒരാൽ വൃക്ഷം കൂടി വേണം. അപ്പോൾ മാത്രമേ ആ ഒരു ക്ഷേത്രം ഒരു ക്ഷേത്രമായി മാറുകയുള്ളൂ. ആൽ വൃക്ഷം ഭംഗിക്ക് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിക്കുന്നതല്ല. ഈ ആൽ വൃക്ഷത്തെക്കുറിച്ച് മുൻപൊരു വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രകൃതിയിലെ ഓക്സിജൻ പാർലറുകളാണ് ഈ പറഞ്ഞ ആൽവൃക്ഷങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ഈ 2 ഘടകങ്ങളാണ് ഒരു ക്ഷേത്ര നിർമ്മാണത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം. അതിനുശേഷം മൂന്നാമതാണ് ആ ക്ഷേത്രത്തിലെ മൂർത്തി ഏത്, ആ മൂർത്തിക്ക് വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും മുദ്രകളും പ്രകാരം അവിടെ എങ്ങനെയൊക്കെ പൂജാതി കർമ്മങ്ങൾ തുടർന്ന് പോരണമെന്ന് നിശ്ചയിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ, ഇന്നുള്ള ഭക്തരിൽ ഭൂരിഭാഗം ആളുകളും ക്ഷേത്രം എന്താണെന്നോ അല്ലെങ്കിൽ ആൽവൃക്ഷം എന്താണെന്നോ ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നൊന്നും മനസ്സിലാക്കുന്നില്ല. പറയാൻ കാരണം, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ക്ഷേത്ര ദർശനം നടത്തുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ യഥാർത്ഥ പ്രയോജനം ലഭിക്കുന്നത്. അല്ലെങ്കിൽ കഥയറിയാതെ ആട്ടം കണ്ട ആ ഒരു പ്രതീതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ പറഞ്ഞത് പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക. അതായത്, നമ്മളൊരു കഥകളി കാണുമ്പോൾ അത് അതിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഏത് കഥയെ ആസ്പദമാക്കിയാണ് ആ കഥകളി നടക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അതിൽ മുഴുകിയിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളും.
ആ ഇത് മാത്രവുമല്ല, ഇന്നത്തെ വിഷയത്തിലെ ഈ പ്രധാന പോയിന്റിലേക്ക് വരുന്നതിന് മുൻപ് മറ്റൊരു അതിപ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളിവിടെ ഒന്ന് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ക്ഷേത്ര ദർശനം പരിപൂർണമാവുകയുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചെരുപ്പിട്ടുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത്. എന്താണ് ഇതിന് കാരണം? ചെരുപ്പിൻ്റെ അടിയിൽ അഴുക്കുള്ളത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. അഴുക്കല്ല ഇവിടുത്തെ പ്രശ്നം. ഇനിയിപ്പോൾ അഴുക്കായിരുന്നെങ്കിൽ എത്രയോ പക്ഷികൾ കൂട്ടം കൂട്ടമായിട്ട് ക്ഷേത്രത്തിൽ വിഹരിക്കുന്നു. അവയുടെ തൂവലുകളും കാഷ്ടങ്ങളും ശ്രീകോവിലിന് മുകളിലും ക്ഷേത്ര കോമ്പൗണ്ടുകളിലും വീഴുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ചെരുപ്പ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം നഗ്നപാതരായി വേണം ചുറ്റമ്പലത്തിനുള്ളിൽ മൂർത്തിക്ക് ചുറ്റും ഭക്തർ വലം വയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് വലം വയ്ക്കുന്ന പാതയിൽ നിർബന്ധമായും പരുപരുത്ത കരിങ്കല്ലുകൾ പാകി നടപ്പാത റഫാക്കി തീർത്തിരിക്കുന്നത്. ഇത് ചില ക്ഷേത്രങ്ങളിൽ ചുറ്റമ്പലത്തിന് പുറത്തും അകത്തും കരിങ്കല്ല് തന്നെയാണ് പാകിയിരിക്കുന്നത്. അതാണ് ശരിയായ രീതി. അപ്പോൾ ഇങ്ങനെയുള്ള പരുപരുത്ത പാതകളിൽ നമ്മൾ നഗ്നപാതരായി വേണം മൂർത്തിയെ വലം വയ്ക്കാൻ. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഏതു ക്ഷേത്രത്തിലാണെങ്കിലും മൂർത്തിയെ വലം വയ്ക്കേണ്ടത് 9 തവണ അല്ലെങ്കിൽ 18 തവണ ആയിരിക്കണം എന്നാണ് പ്രാചീന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അത് ലോപിച്ച് ശിവന് വേറെ, വിഷ്ണുവിന് വേറെ, ഭഗവതിക്ക് വേറെ, ഹനുമാന് വേറെ, ഗണപതിക്ക് വേറെ, അങ്ങനെ പല കൗണ്ടിങ് നമ്പേഴ്സുകളാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ ഇരിക്കുന്നത്. എന്തായാലും ഈ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ അഭിപ്രായം 9 തവണയെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോഴാണ് ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ ചൈതന്യം അത് നമ്മളിലേക്ക് പ്രവഹിക്കാൻ ഇടയാക്കുകയുള്ളൂ. മൂർത്തി ഏതാണെങ്കിലും ശരി 9 പ്രദക്ഷിണമെങ്കിലും നമ്മൾ കുറഞ്ഞത് ചെയ്തിരിക്കണം. ഇതിന് പകരം ഞാൻ എൻ്റെ ജോലി തീർത്തു എന്നുള്ള പേരിൽ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വീട്ടിലേക്ക് ഓടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ മുൻകൂട്ടി പറയാതെ നേരെ ഇന്നത്തെ ആ ഒരു വിഷയത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടില്ല. അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ച് തന്നത്. ഇനി പറയാൻ പോകുന്നത്, ക്ഷേത്ര ദർശന വേളയിൽ മനസ്സിലെ ആഗ്രഹം അത് ഉറപ്പായിട്ട് നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട അതിപ്രധാനമായിട്ടുള്ള ആചാരം ഏതാണെന്നാണ്. അത് സാഷ്ടാംഗ നമസ്കാരമാണ്. ഇത് കേട്ടപ്പോൾ ഇത് ഞാൻ മിക്കവാറും ചെയ്യാറുള്ളതാണ് എന്നാണ് നിങ്ങളിൽ ഇപ്പോൾ പലരും മനസ്സിൽ കരുതിയിരിക്കുന്നത്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് പോലെയാണോ നിങ്ങൾ ചെയ്യാറുള്ളത് എന്ന് നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കുക. ഈ സാഷ്ടാംഗ നമസ്കാരം ചെയ്യേണ്ടത് ശ്രീകോവിലിന് മുൻപിലും ശ്രീകോവിലിന് പിന്നിലുമാണ്. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം ചെയ്തുകൊണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ ഈ മൂർത്തിയിരിക്കുന്ന 2 ഭാഗത്തും സാഷ്ടാംഗ നമസ്കാരം ചെയ്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു പരിപൂർണ പ്രയോജനം ആ ചെയ്യുന്ന ആൾക്ക് ലഭിക്കുകയുള്ളൂ. പറയാൻ കാരണം, ഈ ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾ മൂർത്തിയുടെ മുന്നിലും വണങ്ങുന്നു, പിന്നിലും വണങ്ങുന്നു. മാത്രമല്ല ഈ സമയത്ത് പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരം ചെയ്യേണ്ടത് നെറ്റി, മാറിടം, അരക്കെട്ട്, കാൽപാദത്തിൻ്റെ മുകൾ ഭാഗം, ഇത്രയും ശരീരഭാഗങ്ങൾ തറയിൽ തൊട്ടിരിക്കത്തക്ക രീതിയിലായിരിക്കണം നിങ്ങൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്യേണ്ടത്. എന്നാൽ സ്ത്രീകൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്യേണ്ടത് മുട്ടുകുത്തി ഇരു കൈകളും ശരീരത്തിൻ്റെ ഇരുവശത്തും അമർത്തി ശരീരം വില്ല് പോലെ വളച്ച് നെറ്റി താഴെ തറയിൽ മുട്ടിക്കണം. എന്നിട്ട് അതിനുശേഷം നിവർന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് തന്നെ മൂർത്തിയെ തൊഴണം. ഇങ്ങനെ വീണ്ടും ഇത് 3 തവണ ആവർത്തിച്ച് ചെയ്യാം. ഇങ്ങനെയാണ് സ്ത്രീകളും പുരുഷന്മാരും സാഷ്ടാംഗ നമസ്കാരം ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്ന ആ ഒരു വേളയിൽ നിങ്ങൾ ഏതാഗ്രഹമാണോ മൂർത്തിയോട് പറയുന്നത് ആ ആഗ്രഹം നടന്നു കിട്ടാൻ സാധാരണ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ഫലമാണുള്ളത്. ഈ പറഞ്ഞത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കിയ ശേഷം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കിവിടെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.